ഉണ്ടോ? നല്ല വലിപ്പമുള്ള കായകളാണ്. ഇപ്പം നമ്മളിതിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ഒന്നും ചെയ്തില്ല, നട്ടതല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. നല്ലവണ്ണം കായ്ച്ചിരിക്കുന്ന ഒരു ബോൾ ടൈപ്പ് സപ്പോട്ടയാണ് ഈ കാണാൻ പോകുന്നത്. നിറച്ച് കായ്ച്ചിരിക്കുന്ന നല്ല വലിപ്പമുള്ള കായകളാണ്. ഇത് നോക്കിയാൽ കാണാം കേട്ടോ, അവിടെ എല്ലാം ഉണ്ട്, നിറച്ച് നല്ല നല്ല വലിപ്പത്തിലുള്ള കായകളാണ്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ബോൾ ടൈപ്പ് സപ്പോർട്ടയെ പറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിളവെടുപ്പൊക്കെയാണ് ഇന്ന്. അപ്പോൾ നല്ലവണ്ണം കായ്ച്ചിരിക്കുന്ന ഒരു ബോൾ ടൈപ്പ് സപ്പോർട്ടയാണ് ഈ കാണാൻ പോകുന്നത്. നിറച്ച് കായ്ച്ചിരിക്കുന്ന നല്ല വലിപ്പമുള്ള കായകളാണ്. ഇത് നോക്കിയാൽ കാണാം കേട്ടോ, അവിടെ എല്ലാം ഉണ്ട്, നിറച്ച് നല്ല നല്ല വലിപ്പത്തിലുള്ള കായകളാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയ ഒരു കൃഷിയാണ് സപ്പോട്ട. നല്ലോണം വളരുന്നുണ്ട്, നല്ല ഉൽപ്പാദനം തരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വവ്വാലിൻ്റെ ശല്യം ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ പരിചരണമൊക്കെ ശരിയായ രീതിയിൽ ചെയ്യുവാണെങ്കിൽ അധികം ഹൈറ്റ് വെക്കാതെ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഹൈറ്റ് വെക്കാതെ ഇരിക്കുമ്പോൾ അത് പന്തലിച്ച് കുറ്റിച്ചെടിയായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ നമ്മൾ ഈ റംബൂട്ടാനൊക്കെ ഇടുന്ന പോലെ വല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വവ്വാലിൻ്റെ ശല്യം മറ്റേ അണ്ണാനോ അങ്ങനെയുള്ള പക്ഷികളൊന്നും കൊത്താതെ നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയാം, നമുക്ക് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇന്ന് ഏകദേശം 100 രൂപ വിലയുണ്ട് ഒരു കിലോ ചിക്കു വാങ്ങണമെങ്കിൽ. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ 1-2 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതിനകത്തൊരു ചെറിയ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ശരിയായ രീതിയിൽ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം. കാരണം നമുക്കറിയാം, നമ്മൾ ഇപ്പം ബാംഗ്ലൂരോ ഒക്കെ പോകുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ കാണാം ഇഷ്ടംപോലെ ഈ സപ്പോട്ട കൃഷി ചെയ്ത്. അതുപോലെ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ അത് ഡ്രൈ ഏരിയയാണ്. അപ്പം നമുക്ക് എപ്പോഴും നല്ലത് കുറച്ച് ഡ്രൈ ഏരിയയിലാണ് ഇതിന് കൃഷിക്ക് അനുയോജ്യം. നമുക്ക് സാധാരണ ഈ കൂടുതൽ മഴയുള്ള ഇതൊന്നും നല്ലതല്ല. അപ്പം അങ്ങനെയുള്ള നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന അങ്ങനെയാണ്. നമ്മളിപ്പോൾ സക്സസ് ആയിരിക്കും. നമ്മൾ കിഴക്കോട്ടൊക്കെ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദനം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇവിടെ ഇപ്പം ലഭിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഓവൽ ഷേപ്പ് സപ്പോർട്ട, അത് കൊലയായിട്ട് വരുന്നതാണ്. അതിന് നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ വിളവെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിറച്ച് മേലെ ഇപ്പോൾ ഇത് നമ്മൾ ഇവിടെ പ്ലാവൊക്കെ നിൽക്കുന്ന കാരണം കുറച്ച് ഹൈറ്റ് വെച്ച് പോയി. ഇനിയിപ്പോൾ അധികം ഹൈറ്റൊന്നും വെക്കുകയില്ല, പക്ഷേ നല്ല ഹൈറ്റ് മേലെയൊക്കെ നല്ല വലുപ്പത്തിലുള്ള കായ്കളാണ് ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ്, കാണിച്ചു തരാം. നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണിത്. നല്ല മധുരം നല്ലോണം ഉണ്ട്. ഷുഗർക്കാർക്കൊന്നും അത്ര പറ്റിയതല്ല. നമ്മൾ അലൂമിനിയം ലാഡർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ അതത്ര നല്ലതല്ല ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി. അത് മരം ഇങ്ങനെ ആടി ഒലയുന്നത് കാരണം. എങ്കിലും ഞാൻ നിങ്ങളെ അവിടെ കാണിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. കുറച്ച് റിസ്ക്കാണ്, താഴെ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കമ്പനി വില കുറവാണ്. ഇതിന് മേലേക്ക് കയറാൻ പറ്റിയില്ല, കാരണം ഇത് നേരെ അങ്ങനെ ഉണ്ടോ, നല്ല വലിപ്പമുള്ള ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നല്ല വലിപ്പമുള്ള കായകളാണ്. ഇതിപ്പോൾ ഞാൻ കയറി പറിക്കാൻ കുറച്ച് റിസ്ക്കാണ്. അതിന് വേണ്ടത് ശരിക്ക് കമ്പേക്കൂടെ കയറി ചെറിയ നെറ്റുള്ള തോട്ടിയുണ്ട്, അത്തൊക്കെ പറിക്കുവാണെങ്കിൽ ഇത് താഴെ പോകാതെ കിട്ടും. നല്ല വലിപ്പമുള്ള ഏകദേശം ഒരു 1 കിലോയ്ക്ക് മേലെ ഉണ്ട്. ഇത് 10-200 ഗ്രാം വരും തോന്നുന്നു ഒന്നിൻ്റെ വെയിറ്റ്. നല്ല വെയിറ്റുള്ളതാണ്. ഇതാണ്, നല്ല മധുരമാണ്. ഇത് നമ്മൾ പഴുപ്പിക്കുന്നത് സാധാരണ കൊണ്ടുപോയി വെച്ചല്ല, മറ്റേ വൈക്കോലിനകത്തൊക്കെ വെച്ചാൽ സാധാരണ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. നല്ല മാർക്കറ്റുള്ള ഒരു ഇനം സപ്പോട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ മേലെ കൂടെ എല്ലാം നല്ല നിറച്ച് കായ്കളുണ്ട്. കുറച്ച് കായ്കൾ കുറവ് വരാൻ കാരണം പ്ലാവിൻ്റെ ചെറിയ ഷെയ്ഡുള്ളതുകൊണ്ടാണ്. നല്ല സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന സ്ഥലമാണെങ്കിൽ ഇതിലും നല്ല ഉൽപ്പാദനം നമുക്ക് ലഭിക്കും. അപ്പം നമ്മൾ കൃഷിക്കാരൻ്റെ അവസ്ഥ അറിയാം, വളരെ പരിതാപകരമാണ്. ഒരാളും നമ്മളെ രക്ഷിക്കാനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലഘട്ടം ആയിരിക്കുന്നു. നമ്മൾ പണ്ടത്തെ പോലെ പരമ്പരാഗത കൃഷിയിൽ നിന്ന് മാറി കവുങ്ങ്, തെങ്ങ്, കുരുമുളക് അല്ലെങ്കിൽ റബ്ബർ ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ടതായ കാലഘട്ടമായിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അതിലേക്ക് ചിന്തിക്കുക. അപ്പോൾ ഒരു മാറ്റത്തിലേക്ക് വരിക.
നമുക്ക് നല്ല എല്ലാ കൃഷികളും ചെയ്ത് നമ്മുടെ നാടിനെ സമ്പന്നമാക്കുക. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം കുറച്ച് സപ്പോർട്ടൊക്കെ ഇവിടെ കൃഷി ചെയ്ത് അത് നമ്മുടെ ഇവിടുത്തെയുള്ള കടകളിൽ വിൽക്കുമ്പോൾ ആ പണം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയും നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള പല കാര്യങ്ങൾക്കായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ സമ്പത്ത്, ആ പണം നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ നമുക്കറിയാം പുറമേ നിന്ന് വരുന്നതാണ്. അതിൻ്റെ പണം കംപ്ലീറ്റ് പുറം നാട്ടിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വ്യാപാരികളും നമ്മുടെ സമൂഹവും എല്ലാം ചിന്തിക്കുക. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ സപ്പോർട്ടൊക്കെ നടുന്നതിന് പ്രത്യേകിച്ച് വലിയ കാര്യപ്രധാനമായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു 2 അടി കുഴിയെടുത്ത് അതിനകത്ത് നല്ലവണ്ണം ജൈവവളം നിറച്ച് നമ്മൾ മൂടിയ ശേഷം മഴ വരുന്ന സമയത്ത്, ഏറ്റവും നല്ലത് ജൂൺ മുതൽ ആഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ് നടാൻ പറ്റിയ സമയം. അപ്പോൾ ആ സമയത്താണ് നടുന്നത്. അപ്പം കുഴി മൂടിയിട്ട് നല്ല മഴയൊക്കെ പെയ്ത് ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഈ തൈ കിട്ടുന്നതിൻ്റെ അനുസരിച്ചിട്ട്, കാരണം പല വലിപ്പത്തിലുള്ള കൂടകളിലായിരിക്കും ലഭിക്കുന്നത്. അതനുസരിച്ചിട്ട് നമ്മൾ എടുത്ത കുഴിക്കകത്ത് വീണ്ടും ചെറിയ മൂടിയതിനകത്ത് ചെറിയൊരു കുഴിയെടുത്ത് അത് നട്ടുപിടിപ്പിക്കുക. അപ്പം വേണമെങ്കിൽ കുറച്ച് വളം കൂടെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടാമത് ആരും ഇതിനൊന്നും കാര്യമായിട്ട് വളപ്രയോഗം ചെയ്യുന്നില്ല. ഇപ്പം നമ്മളിതിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ഒന്നും ചെയ്തില്ല, നട്ടതല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പം 5 വർഷം കഴിഞ്ഞ ഒരു സപ്പോർട്ടയാണ്. അപ്പോൾ നമുക്ക് 2 വർഷം 3 വർഷമായിട്ട് ഇതിനകത്ത് ഉൽപ്പാദനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് ഉൽപ്പാദനം കൂടും. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നമുക്ക് ഉൽപ്പാദനക്ഷമത കൂടുന്നതനുസരിച്ചിട്ട് കായയുടെ വലുപ്പങ്ങളൊക്കെ കുറച്ച് കുറയും. നമ്മൾ ഉൽപ്പാദനം കുറവാകുമ്പോൾ അതിൻ്റെ കായ്ക്ക് വലിപ്പം കൂടുതലുണ്ടാവും. അപ്പോൾ ഉൽപ്പാദനം നല്ലോണം കൂടുമ്പോൾ കായയുടെ വലിപ്പം കുറച്ച് കുറഞ്ഞിരിക്കും. പിന്നെ സപ്പോർട്ട കുറേ ഇനങ്ങളുണ്ട്. ബ്ലാക്ക് സപ്പോർട്ടയുണ്ട്, റെഡ് ഉള്ളിൽ റെഡ് ഉണ്ട്, മൊത്തത്തിൽ റെഡ് ഉണ്ട്. അങ്ങനെ കുറേ ഇനങ്ങൾ വേരിക്കേറ്റഡ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോ ഇനങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. നമ്മുടെ അടുത്ത് തൊഴിലെടുത്തെല്ലാം ഉണ്ട്. അപ്പം പിന്നെ രോഗബാധകളൊന്നും കാര്യമായിട്ടില്ല ഇതിന്, നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടില്ല. അപ്പോൾ സാധാരണ കൃഷി ചെയ്യുന്നത് ചെയ്യാം. അങ്ങനെ രോഗങ്ങളൊന്നും പേടിക്കേണ്ടതില്ല. പേടിക്കേണ്ടത് ഒരു കാര്യം മാത്രം, ഈ വവ്വാൽ പക്ഷികൾ, അതിൻ്റെ ഉപദ്രവത്തിൽ നമ്മൾ സംരക്ഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഈ ചെടിയുടെ സംരക്ഷണത്തെ പറ്റിയൊക്കെ പറയാനുള്ളത്. പിന്നെ ഇതിന് ജലസേചനത്തിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് നമ്മുടെ ബോധ്യത്തിൽ നിന്ന് വന്നത്. കാരണം നമ്മളിതൊന്നും നനയ്ക്കുന്നതല്ല. ജലസേചനം കൂടുമ്പോൾ ചിലപ്പം അതിന് ടേസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഏത് നമ്മുടെ ഫ്രൂട്ട്സ് ആണെങ്കിലും മധുരമാണ് പ്രധാനം. നമ്മൾ അറിയാം, മധുരം ഇല്ലെങ്കിൽ മാങ്ങയാണെങ്കിൽ പേരക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ആയിക്കോട്ടെ, മധുരം ഇല്ലെങ്കിൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകുകയില്ല. അപ്പോൾ ജലസേചനം ചെയ്ത് കഴിഞ്ഞാൽ അതിന് മധുരം കുറയാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ജലസേചനം പരമാവധി കുറയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, കൂടുതൽ ചൂടടിക്കുന്നതിൻ്റെ മാത്രം കുറേശ്ശെ കൊടുക്കുക. ഇത്രയൊക്കെയാണ് ഈ സപ്പോർട്ടിനെ പറ്റി നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. വീണ്ടും കാണുന്നവരെ ബൈ.